ഇനി രണ്ടോ അതിലധികമോ സെല്ല്, ഈ ഒരു കൺസ്ട്രക്ഷനെയാണ് സെല്ലെന്ന് പറയുന്നത്. അപ്പോൾ രണ്ടോ അതിലധികമോ സെല്ലുകൾ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഒരെണ്ണമല്ലേ ഉള്ളൂ, ഇവിടെ ഒരെണ്ണം കൂടി ഇങ്ങനെ ഇതേപോലത്തെ ഇവിടെ വന്നു എന്ന് വിചാരിക്കും. ഇങ്ങനെ കുറേ വന്നിട്ട് നമ്മളതിനെ ഇങ്ങനെ സീരീസ് ആയിട്ടോ പാരലലായിട്ടോ ഒക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് നമ്മൾ ബാറ്ററി എന്ന് പറയും. അതാണ് ബാറ്ററി. ഓക്കെ, ഇതിൽ കറണ്ട് പുറത്ത് വരുന്ന, ഇപ്പം ഇതിൽ നിന്ന് കറണ്ട്, ഇവിടെ നിന്ന് കറണ്ട് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ഈ ഇലക്ട്രോഡിൽ നിന്ന് ഈ ഇലക്ട്രോഡിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇലക്ട്രോഡിനെ നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് വിളിക്കും. ഈ ഇലക്ട്രോഡിനെ നമ്മൾ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് വിളിക്കും. ഇനി നമുക്ക് ഈ സെല്ലുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നെന്ന് പറയുന്നത് പ്രൈമറി സെല്ലും ഒന്നെന്ന് പറയുന്നത് സെക്കൻഡറി സെല്ലും. പ്രൈമറി സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള രാസവസ്തു സെല്ല് ഉപയോഗിച്ച് കഴിഞ്ഞതോടെ ഉപയോഗശൂന്യമാകുന്നു. അതായത് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ളത്, ഇതിൽ രാസവസ്തുക്കളുണ്ടല്ലോ, ഈ ഇലക്ട്രോഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ്, സിങ്ക് അല്ലെങ്കിൽ കോപ്പർ എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ്. ഇതിലുള്ള ഇലക്ട്രോലൈറ്റ്, അതായത് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ദ്രാവകം എന്ന് പറയുന്നത് അതും ഒരു രാസവസ്തുവാണ്. അപ്പോൾ ഇത് രണ്ടും ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു ഫോമിലാവും. അതായത് അല്ലെങ്കിൽ വേറൊരു അതിലൊരു രാസപ്രവർത്തനം നടന്നു അത് വേറൊരു ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു പ്രൊഡക്റ്റായിട്ട് മാറും. അപ്പം നമുക്കത് പിന്നെ ഉപയോഗിക്കാൻ കഴിയില്ല. അതായത് നമ്മളിപ്പോൾ പേപ്പർ കത്തിച്ച് കഴിഞ്ഞാൽ ചാരം ഉണ്ടാവുമല്ലോ, ആ ചാരം എന്ന് പറയുന്നത് ബൈ പ്രൊഡക്റ്റാണ്, പിന്നെ അത് നമുക്ക് രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനൊരു ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ രാസപ്രവർത്തനം നടക്കുന്നത് വഴി ഈ സാധനങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും വേറൊരു ഫോമിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ സെല്ല്, അങ്ങനത്തെ രാസവസ്തുക്കൾ ഉപയോഗിച്ച സെല്ലിനെ പ്രൈമറി സെല്ലെന്ന് പറയും. ഇനി സെക്കൻഡറി സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പുറമേ നിന്ന് ഇവിടെ ഒരു സെല്ലോ അങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷനിൽ ഇവിടെ ഒരു സെല്ലോ എന്തെങ്കിലും കൊടുത്തിട്ട് ആദ്യം നമ്മൾ കുറച്ച് കറണ്ട് കൊടുക്കും. കുറച്ച് കറണ്ട് കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുറമേ നിന്ന് വൈദ്യുതോർജ്ജം ഇത് സ്വീകരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൽ രാസപ്രവർത്തനം നടക്കും. എന്നിട്ട് ഈ രാസപ്രവർത്തനം നടന്നിട്ടുള്ളതിനെ എന്ത് ചെയ്യും, വൈദ്യുതോർജ്ജമായിട്ട് ഇതിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ഇവിടെ ഇതിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം തിരിച്ച് നമ്മളിവിടെ എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റോ ഒരു ബൾബോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ഡിസ്ചാർജ് ചെയ്യും. അതായത് ബാറ്ററി അങ്ങനെയാണല്ലോ, സ്റ്റോർ ചെയ്ത് വെക്കും, ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് തിരികെ വൈദ്യുതോർജ്ജം എടുക്കുന്നതിന് സെക്കൻഡറി സെല്ലെന്ന് പറയും. അപ്പോൾ ഈ പ്രൈമറി സെല്ലിൽ ഒരു 5 ടൈപ്പ് ഉണ്ട്. സിമ്പിൾ വോൾട്ടായിക് സെല്ല്, ഡാനിയൽ സെല്ല്, ലെഗ്രാഞ്ച് സെല്ല്, അതുപോലെ ഡ്രൈ സെല്ല്, ആൽക്കലൈൻ സെല്ല്, മെർക്കുറി സെല്ല്. അങ്ങനെ ഒരു 6 ടൈപ്പ് ഉണ്ട്. 5 ടൈപ്പല്ല, 6 ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ എന്താണ്, പ്രൈമറി സെല്ലാണ്. ഇനി സെക്കൻഡറി സെല്ല് ഒരു 3 ഉണ്ട്. ലെഡ് ആസിഡ് സെല്ല്, നിക്കൽ കാഡ്മിയം സെല്ല്, അതുപോലെ തന്നെ ലിഥിയം അയൺ സെല്ല്. അതൊക്കെ സെക്കൻഡറി സെല്ലാണ്.